പാർട്ടി ഓഫീസിലല്ല, പിണറായി വിജയന്റെ വീട്ടിൽ ഒളിപ്പിച്ചാലും അവിടെ കയറി തൂക്കുമെന്ന് പറയുന്ന ഉശിരുള്ള പോലീസിനെ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷക്കാലം AKG സെന്ററിൽ കാത്തുകെട്ടിക്കിടന്ന പോലീസല്ല, ഭരണം മാറി, പോലീസിന്റെ കരുത്തും കൂടി. CPMന്റെ പത്തിക്കടിച്ച് ആഭ്യന്തര വകുപ്പിലെ പൊളിച്ചെഴുത്ത്. കേസുകളിൽ പ്രതികളാകുന്ന CPMകാരോട് ഒരു മയവും കാണിക്കില്ല എന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു കേരള പോലീസ്. സെക്രട്ടേറിയറ്റ് പ്രതിഷേധത്തിൽ പോലീസിനെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദനെ പാർട്ടി ആഫീസിന് മുന്നിലിട്ട് പോലീസ് വളഞ്ഞിട്ട് പൂട്ടിയത്. ഈ സംഭവം CPMന് വലിയ ക്ഷീണമുണ്ടാക്കിയിരിക്കുകയാണ്. പോലീസിനെ തീർക്കുമെന്നൊക്കെ കൊല വിളിച്ച് കമ്മിക്കൂട്ടം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കൂസലുമില്ലാതെ പോലീസ് നിൽക്കുന്നു. കേസിൽ ഉൾപ്പെട്ട ഒരുത്തനെയും ഇനി എവിടെയൊക്കെ കൊണ്ട് ഒളിപ്പിച്ചാലും അവിടെ കയറി തൂക്കുമെന്ന് പോലീസ് കട്ടായം വ്യക്തമാക്കുന്നു. ഇതോടെ കാക്കിക്കൂട്ടത്തിന്റെ രൂപം മാറിയത് CPMന് അക്ഷരാർത്ഥത്തിൽ ബോധ്യപ്പെട്ടു. അങ്ങനെ ഇനി പോലീസുകാരെ CPMകാരുടെ താളത്തിന് തുള്ളാൻ കിട്ടില്ല എന്നുള്ളതാണ് നേതാക്കന്മാർക്ക് വ്യക്തമായിരിക്കുന്നത്. എന്നാൽ സേനയിൽ ഇപ്പോഴും ഈ CPM അനുഭാവികളായ പോലീസുകാരുണ്ട്. പ്രത്യേകിച്ച് ഒരു കൂട്ടരുണ്ട്, ഈ ക്രിമിനൽ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു കൂട്ടം പോലീസുകാർ. ഇത് CPM അനുഭാവികൾ മാത്രമല്ല, UDF അനുഭാവികളും BJP അനുഭാവികളും ഒക്കെ ആയിട്ടുള്ള പോലീസുകാരുണ്ട്. ആഭ്യന്തര വകുപ്പിൽ ഇനി ആ ഒരു പൊളിച്ചെഴുത്താണ് വേണ്ടത്. പോലീസുകാർ രാഷ്ട്രീയം കളിക്കാനുള്ളവരല്ല, അവർ ക്രമസമാധാന ചുമതല പാലിക്കേണ്ടവരാണ്. ആ പണിയെടുക്കുക. എന്തായാലും ഇപ്പോൾ CPMകാർക്ക് ആദ്യ അടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പോലീസ്. ബാക്കിയുള്ള രാഷ്ട്രീയക്കാരോടും ഇതേ നിലപാട് സ്വീകരിച്ചാൽ കേരളം കൈയടിക്കും. മുൻപ് CPM നേതാക്കളുടെ, എന്തിനേറെ SFI DYFI ഈർക്കിലി നേതാക്കളെ പോലും തൊടാൻ പോലീസ് ഭയക്കുമായിരുന്നു. തൊട്ടാൽ തൊപ്പിതെറിക്കുമെന്ന ഭയം. ക്രിമിനൽ കമ്മികളെ തൊട്ടാൽ താഴെ തട്ട് മുതൽ മേൽത്തട്ട് വരെയുള്ള നേതാക്കന്മാരുടെ ഭീഷണി പോലീസിന് കേൾക്കേണ്ടി വരും. ഇതുകൂടാതെ തലപ്പത്തൂന്ന് അങ്ങ് ഫോൺ കോൾ വരും, എന്തിനാണ് CPMകാരെ കൈവച്ചത് എന്ന് ചോദിച്ചുകൊണ്ട്. അതുകൊണ്ട് അവരെ ഇങ്ങനെ താലോലിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു കഴിഞ്ഞ 10 വർഷം പോലീസ്. തൊപ്പിതെറിക്കും, കസേര പോകുമെന്ന ഭയം ഈ പോലീസുകാർക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് പ്രതിഷേധം നടക്കുമ്പോഴൊക്കെ ഈ SFI DYFI പ്രതിഷേധക്കാരെ പോലീസ് താരാട്ടുപാടി എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ എത്രയോ തവണ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി താരാട്ടല്ല, തല്ലാണ് എന്ന് കൃത്യമായി പോലീസ് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഭരണം മാറിയപ്പോൾ CPMന് കണ്ടകശനി തുടങ്ങിയിരിക്കുകയാണ്. പോലീസ് ലവലേശം കൂസുന്നില്ല, പുല്ലുവില CPMകാർക്ക് കൊടുക്കുന്നതുമില്ല. പണ്ട് സല്യൂട്ട് അടിച്ചിരുന്ന പോലീസുകാർ ഇപ്പോൾ നേതാക്കന്മാരെ കാണുമ്പോൾ ഒരു പുച്ഛമാണ്. ആഭ്യന്തര മന്ത്രിയായിരുന്ന പിണറായിക്ക് പോലും വില കൊടുക്കുന്നില്ല, പിന്നെ അല്ലേ മറ്റ് നേതാക്കന്മാർക്ക്. 10 വർഷത്തെ ബന്ധമൊക്കെ പോലീസുകാരങ്ങ് മറന്നു. അവരിട്ടിരിക്കുന്ന യൂണിഫോമിനോട് കൂറ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് പോലീസിന് കമ്മികൾ കൊടുത്ത അടിക്ക് പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസുകാരിപ്പോൾ. ഈ അടുത്ത് നടന്ന 2 സംഭവങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും പോലീസിൽ വന്ന മാറ്റം. വല്ലാത്തൊരു മാറ്റമാണ്. മുൻപ് പിണറായി പറഞ്ഞിട്ടില്ലേ എന്ത് മാറ്റമാണ് മാറിയിരിക്കുന്നതെന്ന്, അതേ മാറ്റമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിലും സംഭവിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വീണയെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ CPM അക്രമം അഴിച്ചുവിട്ടത്. അതിൽ ഉൾപ്പെട്ട CPM SFIക്കാർ പാർട്ടി ആഫീസിലായിരുന്നല്ലോ ഓടിക്കയറിയത്. ജോൺ ബ്രിട്ടാസ് മുതൽ കടകംപള്ളി സുരേന്ദ്രൻ, ശിവൻകുട്ടി തുടങ്ങി ഉന്നത നേതാക്കന്മാരുണ്ടായിരുന്ന പാർട്ടി ആഫീസിലേക്ക് പോലീസ് ഇരച്ചങ്ങെത്തി. അകത്തൊളിപ്പിച്ച പ്രതികളെയും കൊണ്ടല്ലാതെ പോകില്ല എന്ന് പോലീസ് കട്ടായം കടുപ്പിച്ചു പറഞ്ഞു. പോലീസിനെ അകത്തോട്ട് കയറ്റാതെ നേതാക്കന്മാർ പുറത്ത് കാവലിൽ നിന്നു. എന്നാൽ 2 IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പറഞ്ഞു, ഈ പ്രതികളെയും കൊണ്ടല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല എന്ന്. പാർട്ടി ആഫീസിൽ കയറാൻ അനുവദിക്കില്ലെന്ന് നേതാക്കന്മാർ കട്ടയ്ക്ക് പറഞ്ഞു. പോലീസിന്റെ ധാർഷ്ട്യം ഞങ്ങളോട് വേണ്ട, ഞങ്ങളെ ആക്രമിച്ചിട്ടേ പാർട്ടി ഓഫീസിൽ കയറാൻ പറ്റൂ എന്ന് ആനാവൂർ നാഗപ്പൻ ഒരു ഒറ്റ ഡയലോഗടിയായിരുന്നു. അറസ്റ്റ് ചെയ്യാതെ മടങ്ങില്ല എന്ന് പോലീസ് വീണ്ടും പറഞ്ഞു. ഞങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ടേ അകത്ത് കയറാൻ പറ്റൂ എന്ന് ആനാവൂർ വീണ്ടും ഡയലോഗടി. എന്നാൽ അങ്ങനെയാകട്ടെ, പോലീസും നീറുപോലെ അങ്ങ് നിന്നുകൊടുത്തു. ഒടുക്കം പണി പാളിയതോടെ നേതാക്കളുടെ ഫ്യൂസ് ഊരി. പോലീസ് അകത്ത് കയറുമെന്ന ഘട്ടം വന്നപ്പോൾ DGPയുമായിട്ട് ചർച്ച. അക്രമത്തിൽ ഉൾപ്പെട്ട 10 പേരെ പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തിറക്കി തരാമെന്ന് നേതാക്കന്മാർ പറഞ്ഞു. അകത്തേക്ക് പോലീസിനെ കയറ്റില്ല, അത് ഞങ്ങൾക്ക് ക്ഷീണമാണെന്ന്. ആ പോലീസുകാരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ CPMന് മുട്ടുമടക്കേണ്ടി വന്നു. 10 പേരല്ല, ഇനിയും ഉണ്ടെന്നും അവരെയും തൂക്കുമെന്ന് പോലീസ് ആവർത്തിച്ചപ്പോൾ നേതാക്കന്മാർക്ക് മുട്ടിടിച്ചു. വീണയെ താങ്ങാൻ പോയവന്മാർ ഇപ്പോഴും അകത്താണ്. കൂടാതെ കണ്ടാൽ അറിയാവുന്ന 200 CPMകാർക്കെതിരെ പോലീസ് അന്ന് കേസെടുത്തു. ഒരെണ്ണത്തിനെ വെറുതെ വിട്ടില്ല. അതായത് CPMകാർക്ക്
ഞങ്ങൾ പണി തരും എന്ന് പോലീസും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെയായിരുന്നു ഈ സെക്രട്ടേറിയറ്റിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസിനെ ബ്ലേഡ് കൊണ്ട് SFIക്കാർ വരഞ്ഞ സംഭവം. ഇതിൽ ഉൾപ്പെട്ടവരെയൊക്കെ കസ്റ്റഡിയിലെടുക്കുമെന്ന് പോലീസ് അന്നേ പറഞ്ഞതാണ്. പോലീസിനെ കൈവച്ച ഒരുത്തനെയും വെറുതെ വിടരുതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടതാണ്. പാർട്ടി കോട്ടയ്ക്ക് തൊട്ടു മുന്നിൽ വെച്ചുണ്ടായ നന്ദന്റെ മിന്നൽ അറസ്റ്റ് CPMന് വലിയ രാഷ്ട്രീയ ആഘാതമായി മാറിയിരിക്കുകയാണ്. അതായത് ഇവർക്കൊരു വിചാരമുണ്ടായിരുന്നു, പോലീസുകാർ ഇവരെ തൊടില്ല എന്നുള്ള ഒരു അഹങ്കാരം. എന്നാൽ തൊടുകയല്ല, പോലീസ് ഇപ്പോൾ ഓടിച്ചിട്ട് തല്ലുകയാണ് CPMകാരെ. പോലീസ് അവരുടെ ജോലി കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. പണ്ട് പോലീസിനെ ചൂണ്ടുവിരലിൽ നിർത്തിയ പിണറായിയും കൂട്ടരും ഇന്ന് പോലീസിന്റെ ചൂണ്ടുവിരലിൽ നിന്ന് വിയർക്കുന്നു. 10 വർഷം പോലീസിനെ കെട്ടിയിട്ട് ഭരിച്ച ആഭ്യന്തരമന്ത്രി അതായിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ കേരളം പറയുന്നത് ഈ ഒരു കാരണമാണ്. പോലീസിന്റെ ഗതികേട് എത്രയോ തവണ പുറത്തു വന്നിരിക്കുന്നതാണ്. അതായത് ഈ 10 വർഷക്കാലം ഒരു അഭിപ്രായം പറയാൻ കഴിയാതെ അടിമകളെ പോലെ പണിയെടുക്കേണ്ടി വന്നിരുന്നവർ, തെറ്റുകൾ കൺമുന്നിൽ കാണുമ്പോൾ പോലും അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ അതായിരുന്നു പോലീസുകാർക്കുണ്ടായിരുന്നത്. പോലീസിനെതിരെ ബ്ലേഡ് പ്രയോഗം നടത്തിയവന്മാരുടെ അന്ത്യമാണ്. കൈവാക്കിന് കിട്ടിക്കഴിഞ്ഞാൽ പോലീസിനെ 10 വർഷം അപമാനിച്ചതിനുള്ളതൊക്കെ പലിശയടക്കം തിരിച്ചു കൊടുക്കും. സംസ്ഥാന നേതാക്കളായ പ്രസിഡന്റ് M ശിവപ്രസാദ്, സെക്രട്ടറി PS സഞ്ജീവ് എന്നിവരടക്കം കണ്ടാലറിയുന്ന 100ഓളം SFI പ്രവർത്തകർക്കെതിരെയായിരുന്നു പോലീസ് നിലവിൽ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. ED കേസുകൾ പോലെ തന്നെ പാർട്ടിയെയും വിദ്യാർത്ഥി സംഘടനയെയും വരിഞ്ഞു മുറുക്കുന്ന കടുത്ത വകുപ്പുകളാണ് പുതിയ കേസിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്നതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് സൂചന.